വുമൻസ് റിസർവേഷൻ ബില്ലിന്റെ ആവശ്യകത പല ഘട്ടങ്ങളിലും പല വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. വളരെയധികം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനാണ് സ്ത്രീകൾ റിസർവേഷന് വേണ്ടി ടാർഗറ്റുന്നത്? സ്ത്രീ പുരുഷന്മാരെക്കാൾ ഒത്തിരി മേലെയല്ലേ എന്നുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ. സ്ത്രീ പുരുഷന്മാരെക്കാൾ മേലെയാണോ അല്ലയോ എന്നുള്ളത് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് സ്ത്രീ റിസർവേഷൻ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. തീർച്ചയായിട്ടും ഇപ്പോൾ ആവശ്യമുണ്ട്. എന്നാൽ ചോദിക്കുക റിസർവേഷൻ കൊണ്ട് എല്ലാം പരിഹരിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഇല്ല, പക്ഷേ അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ സ്ത്രീ വന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക നേരത്തെ പറഞ്ഞ്, പഞ്ചായത്തിന്റെ ഭരണാവതാളത്തിലാവും. ഭർത്താവ് പുരുഷനാണെങ്കിൽ ആ ഭർത്താവായിരിക്കും ഭരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത്. നിങ്ങൾ എടുത്തു നോക്കിയേ, ഞാനിപ്പോൾ പറഞ്ഞ 54% ജനപ്രതിനിധികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, വളരെ സമർത്ഥമായിട്ട് അവർ കൊണ്ടുപോകുന്നത്. അതിനകത്തിലൊരു 5% ചിലപ്പം ഇത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമുക്ക് അവരെ ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊരു സർവേ നടത്തി നോക്കിയപ്പോൾ ഈ ആകെ പഞ്ചായത്ത് നടത്തി നോക്കുമ്പോൾ അഴിമതിയൊക്കെ കുറവ് സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ്. അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാം, സുതാര്യതയുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ അവിടെ വരെയൊക്കെ സഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ പാർലമെന്റ് ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് മെമ്പർ 5 വർഷം പാർലമെന്റ് മെമ്പറായിരുന്ന ഒരാളാണല്ലോ ഞാൻ. പാർലമെന്റിനകത്ത് നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ പുരുഷ സഹോദരന്മാരാണല്ലോ കൂടുതൽ, 48 സ്ത്രീകളെ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരുടെ ഒരു ചോദ്യം, ഈ 48 എണ്ണത്തിനെ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ഈ 48 എണ്ണത്തിനെ കൊണ്ട് ഈ സഭ പൊറുതിമുട്ടുക, പിന്നെന്തിനാണ് ഈ ബാക്കിയും കൂടെ വരുന്നത്, കളിയാക്കി പറയുന്ന. അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ തന്നെ സംസാരിച്ചാ പോലെ അങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ അവര് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് സംവരണം വേണ്ടത്. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ പാർലമെന്റ് വന്നാൽ എന്ത് ചെയ്യും? വീട്ടിലാരാ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? പശുവിന്റെ ചാണകം വാരുന്ന ആരാ? പശുവിനെ കറക്കുന്നത് ആരാ? പിള്ളേരുടെ കാര്യം നോക്കുന്ന ആരാ? ബന്ധുക്കളുടെ കാര്യം ശ്രദ്ധിക്കുക. അത്രയും എന്നുള്ള MP മാരാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല, കഴിവുള്ള സ്ത്രീകൾ വന്നോട്ടെ, ബാക്കിയൊക്കെ റിസർവേഷൻ ആവശ്യമില്ലല്ലോ, വേണ്ട, നിങ്ങൾ വരേണ്ട കാര്യമില്ല. അപ്പൊ അവര് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇപ്പോ ജനസംഖ്യാ നയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളെക്കുറിച്ച് ആവേശപൂർവ്വം പറയുന്ന പുരുഷന്മാരാ. ഗാർഹിക പീഡന നിരോധന നിയമം ചർച്ച ചെയ്യുന്ന വേളയിൽ ഞാൻ ഓർക്കുന്നു, ഞങ്ങളന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന സഹോദരിമാര് സംസാരിച്ചു. അതിന് പുറമെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിട്ടാണല്ലോ അവർ പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഗാർഹിക പീഡനമൊക്കെ പറയും, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ പോരെ. അപ്പൊ നമ്മൾ സ്ത്രീകൾ വരണ്ട, പുരുഷന്മാർക്ക് പറ്റിയ തലവാണ് ഇവിടൊക്കെ, തീരുമാനം ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ അംഗീകരിച്ചാൽ മതി. അപ്പൊ പറയുന്നത് ഞങ്ങളിപ്പോ അപ്പൊ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, നോക്ക് ഇത്ര കോടി രൂപ ഞങ്ങൾ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്, കബളിപ്പിക്കുകയല്ലേ നമ്മളെ ചെയ്യുന്നത്. ഈ ബഡ്ജറ്റിൽ വെക്കുന്ന തുക എവിടെങ്കിലും ചെലവഴിക്കുന്നുണ്ടോ? നിർഭയക്ക് വെച്ചത് 10 പൈസ ക്ഷമിക്കണം, ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രഖ്യാപനങ്ങളുണ്ട്, എത്ര രൂപ ചെലവഴിച്ചു? ഇത്തവണത്തെ ബഡ്ജറ്റിൽ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക്, കാരണം 1% തുക പോലും ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടില്ല. 0.5% മാത്രമാണ് നമുക്കുള്ളത്, അല്ലേ? കാരണം അതിനൊക്കെ മാറ്റം വരണം. അവിടെയാണ് ഞാൻ പറയുന്നത്, തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീ വന്ന ഇവിടൊക്കെ നമ്മൾ ഇടപെടുമല്ലോ. എല്ലാ റെവല്യൂഷൻസിന്റെയും മുത്തച്ഛി എന്നറിയപ്പെടുന്ന അമേരിക്കൻ റെവല്യൂഷനാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിലെ മുദ്രാവാക്യം എന്തായിരുന്നു? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അതാണ് ഇവിടെ നടത്തുന്നത്. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ അവഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും പിന്തള്ളപ്പെടുകയും ഭയങ്കരമായി ഭീതിതമായി ക്രൂശിക്കപ്പെടുകയും ചെയ്തിരുന്നത് കൊണ്ടാണ് ഇവിടത്തെ 50% വരുന്ന സ്ത്രീകൾക്ക് സംവരണം 33 പോരാ, 50 അതും കൂടുതൽ വേണമെന്ന് ഞങ്ങൾ ഇത് നമ്മുടെ എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സംവരണം വേണമെന്ന് നമ്മൾ വാദിക്കണം. കാരണം എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുത്തുകൂടാ? അപ്പൊ അതിലെനിക്ക് തോന്നുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ അങ്ങേയറ്റം അഭിനന്ദിക്കാം. കാരണം ബൂത്ത് തലം മുതൽ സെൻട്രൽ കമ്മിറ്റി വരെ 33% സംവരണ സ്ത്രീകൾക്ക് നീക്കി വെച്ചിട്ടുണ്ട്. 33%, 1/3 പ്രാതിനിധ്യ സ്ത്രീകളുടെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് തയ്യാറാകണം. അങ്ങനെ അതിനും കൂടെ തയ്യാറാകണമെന്നാണ്. അതായത് ഈ നിയമസഭയിലും പാർലമെന്റിലും മാത്രമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഈ വിഷയം ഉന്നയിക്കാൻ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം. റിസർവേഷൻ ബില്ല് കൊണ്ടുവന്നിരുന്ന കാലഘട്ടങ്ങളിൽ സാധാരണ രാഷ്ട്രീയ ഒബ്സർവേഷൻ നടത്തുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ കംപ്ലയിൻസിൽ ഒന്നായിരുന്നു 33% റിസർവേഷൻ കൊണ്ടുവന്നാൽ അതിന് തക്കതായ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവരുമെന്നുള്ളത്. എത്രത്തോളം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വേണ്ട അത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ കേരളത്തിൽ നിന്ന് തന്നെ കൊടുക്കാം. നമ്മുടെ പെണ്ണുങ്ങളെ എവിടെ വേണമെങ്കിലും പോകും. 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് പോലും രാജ്യങ്ങളിൽ നഴ്സുമാരുണ്ടായിരുന്നു.
അതാണ് അടുത്ത സംഭവം ഒരു വിഷയം. കാരണം വിഷമമില്ല. സ്ത്രീകൾക്ക് സ്ഥിരമായി നമ്മൾ കൽപ്പിച്ചു കൊടുത്തുള്ള ചില ജോലികളുണ്ട്. ടീച്ചിങ്, നഴ്സിംഗ്, അതെ അത്തരത്തിലുള്ള ചില ജോലികൾ, അങ്ങനെയൊക്കെ. അത്തരത്തിലുള്ള ജോലികൾ. അതിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അല്ല ഇപ്പോഴും നല്ല വരുന്ന ആൾക്കാർ സമർത്ഥരായിട്ടുള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, നല്ല എഞ്ചിനീയർമാരും നല്ല ഡോക്ടർമാരും നല്ല സാഹിത്യകാരന്മാരും നല്ല സിനിമാ പ്രവർത്തകരും നല്ല മാധ്യമ പ്രവർത്തകരും നല്ല രാഷ്ട്രീയക്കാരുണ്ടാവണം, നല്ല ഭരണാധികാരികൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും നന്നായി സ്ത്രീകൾ ഈ രംഗത്തൊക്കെ ശോഭിക്കുക തന്നെ വേണം. അല്ല എനിക്ക് തോന്നുന്നു എന്താണ് രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകുന്ന ഈ അപജയത്തിന് ഒരു വലിയ പരിധിവരെ കാരണവും ഈ സ്ത്രീകളുടെ ഇങ്ങനത്തെ വലിയ അഭാവമാണ്. സ്ത്രീകളുടെ തീർച്ചയായും അഭാവം അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രണ്ട് രംഗങ്ങള് ഒന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും മറ്റൊന്ന് പോളിറ്റിക്സിലുമാണ്. ഈ രണ്ട് മേഖലകളിലും സ്ത്രീകളുടെ അനുപാതം ഒരു 35%. ഞാൻ ഒരിക്കൽ അതിശയിച്ചു പോയി. പിന്നെ ദേശീയ അടിസ്ഥാനത്തിൽ വിമൻ കോൺസ്റ്റബിൾസിന്റെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നു. അന്ന് ശ്രീ കെ മുരളീധരൻ വരാത്തത് കൊണ്ട് അധ്യക്ഷയാവാൻ ആശംസാ പ്രസംഗത്തിന് ഒരേ ഒരു MLA വനിത അങ്ങനെ ഞാൻ വന്നു പെട്ടതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇരിക്കുന്ന ആ യോഗത്തില് ഞാൻ എൻ്റെ അടുത്തിരുന്ന 2 വലിയ IPS വളരെ സീനിയർ വനിതകളോട് ചോദിച്ചു. അപ്പൊ അവരാണ് പറയുന്നത് 50,000 55,000 പോലീസുകാർ ഇവിടെ ഉള്ളപ്പോ IPS ഇവിടെ 2,500 സ്ത്രീകളില്ല. ഞാനും അപ്പോഴാണത് കേൾക്കുന്നത്. 10% പോലും അവിടെ ഇല്ല. അതൊന്ന് 10 ആയാൽ, അല്ലെങ്കിൽ അതൊന്ന് 25 ആയാൽ, അത് 35 ആയാൽ അപ്പോഴൊക്കെ മാത്രമേ ഇത് മാറൂ ഈ രണ്ട് രംഗത്തും. കാര്യം ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് അധികാരത്തിന്റെ ചിഹ്നവുമായിട്ട് ഒരാളിന്റെ തോളിൽ ആ ലാത്തി കൊണ്ട് തട്ടിയിട്ട് പറയുന്നു, പാനിക്കേർ, രാത്രി അടി നടക്കുന്നു, എന്നെ രാത്രി ഭർത്താവ് വന്നിട്ട് ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലുള്ളവർ എന്നെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വീട്ടിലുള്ളവർ എന്നെ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മൊബൈലിലൊരു സന്ദേശം വീട്ടിന്റെ വഴിയായിട്ട് കിട്ടുന്നു. രാത്രി ഒരു വനിതാ കോൺസ്റ്റബിൾ അവിടെ പെട്രോൾ ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ ഒന്ന് പിടികൂടും. മൊബൈലിൽ ഒരു ടിക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ജനലിൽ കൂടെ ഒരു ലൈറ്റ് കിട്ടിയാൽ മതി. അവൾ കയറി വന്നിട്ട് പറയുന്നു, കയറടാ വണ്ടിയിൽ. അതാണ് നമ്മുടെ KR മീരയുടെ നോവലാണ്.